നമസ്കാരം, എൻ്റെ പേര് അനന്തപത്മനാഭൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും കൂടെ ഉണ്ടാക്കി തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻ്റായ വേദ് ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തൻ്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന, കൺസെൻറ്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ, അത് ഞാനാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വന്നില്ലേ കേൾക്കാനായിട്ട്? ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്കോ എന്തോ നടക്കുകയാണ്. അപ്പം പല കണ്ടസ്റ്റൻറ്റുകളുടെയും ഫാമിലി വരുന്നു. ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു. അതിപ്പോൾ ചാനലിൻ്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിൻ്റെ പുറത്താണ് ആ കുട്ടീനെ, അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത്. അത് പരമ ചെറ്റത്തരമായിപ്പോയി എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോറി, അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ, കാരണം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇന്നലെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ട്. അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള, എൻ്റെ മകനും എൻ്റെ മദർ ഇൻ ലോയ്ക്കുമൊക്കെ ട്രാവൽ ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിൽ എത്തുകയും എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന, ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പം കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടില്ലേ ആ വീഡിയോ? കണ്ടില്ലേ നിങ്ങളിപ്പം? അപ്പം അതിൽ അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കുകയുണ്ടായെന്ന് പറഞ്ഞു, കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല. കാരണം ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല, അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അവരൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്, ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫർമേഷൻസോ എന്തെങ്കിലും, അത് ട്രൂ ഓർ ഫോൾസ്, അവർക്കത് കിട്ടുന്ന സാഹചര്യത്തിൽ അവർ ഡെഫിനറ്റ്ലി റിലക്റ്റൻ്റ് ആവും. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ പബ്ലിക് ആകാൻ പറ്റാത്തത് കൊണ്ട് ഇതിനായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം. പല ആൾക്കാർക്കും, മെയിനായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി. അതായത് ഒരു കൺസെൻറ്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്തെന്നാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല. അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതിൻ്റെ പേരിൽ കുട്ടീനെ കാണിക്കാതിരുന്ന പരിപാടി എന്ത് ധാർമ്മികതയുടെ പുറത്താണ്, എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ അതൊരു ക്വസ്റ്റ്യനബിൾ തിങ് ആണ് അല്ലേ? അപ്പം നമുക്കത് ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ, ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്ത് കൊടുത്ത് ഞാൻ ഇന്ന ആളാണ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും അറിവോടെയും കൂടിയാണ് കുട്ടി അവിടെ ചെന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടടുത്തൊക്കെ എത്തിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കകത്തേക്ക് കയറ്റിവിട്ടത്. എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കകത്ത് കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല. എന്തോ കൺഫെഷൻ റൂമിൽ 1-2 മിനിറ്റോ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടുപോയി എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിനകത്തൊരു 2 മണിക്കൂർ കയറ്റാൻ പെടുന്ന പാടല്ലേ? നിങ്ങൾ മറ്റേ NCPCRന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നുമല്ലോ, ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് ആ ഷോയിലേക്ക് കയറുന്നതിന് വേറെ നിയമപരമായ തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ ചില കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലിയിൽ നിന്നുള്ളവരെയൊക്കെ അവിടെ താമസിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? വളരെ മോശം പ്രവണതയാണ് കേട്ടോ. കാരണം ഒരൊറ്റ വീഡിയോയിൽ എല്ലാം പറഞ്ഞു തീർക്കാന്ന് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് പോകുന്നത്. ക്ഷമിക്കുക.